ജിഷയുടെ മാതാവ് പ്രതികരിക്കുന്നുണ്ട് അതിലേക്ക്. കാരണം എൻ്റെ മകൾ തിന്ന വേദന പോലെ ഇനി നാളെ ഒരു അമ്മയോ പെങ്ങളോ ഒരു കുഞ്ഞുങ്ങളോ മക്കളോ ആരെയും കഴുത്തിൽ ഇനി ഒരു ആയുധം വെച്ച് മുറിക്കാനോ ഇതുപോലെ ക്രൂരമായിട്ട് ഒരു കൊലപാതകങ്ങൾ ഇതുപോലെ ചെയ്യാൻ ഇനി ഇതെന്ന് ഓർമ്മ വെച്ച് നാളെ ഒരു കൊലപാതകങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവരുത്. രക്ഷപ്പെടുമെന്ന് പേടിയുണ്ടായിരുന്നോ വിധി വരുമ്പോ ഏതെങ്കിലും രീതിയിൽ? ഇല്ല, മറിച്ചാകും വിധിയെന്ന് പേടിയുണ്ടായിരുന്നോ? നമ്മൾ അന്ന് ആവശ്യപ്പെട്ടതാണല്ലോ, അതുകൊണ്ട് അത് തന്നെ വിധി വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഇത്രയും നാൾ ഞാൻ കാത്തിരുന്നത്. ജിഷയുടെ മാതാവിന്റെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. നേരത്തെ ആദ്യം ഈ വിചാരണ കോടതിയിൽ നിന്നും വിധി വന്നപ്പോൾ ഉണ്ടായ അതേപോലെ സമാനമായ രീതിയിൽ തന്നെ ഇപ്പോഴും അവർ പ്രതികരിക്കുന്നു. ഒരു അമ്മയ്ക്കും ലോകത്തിലൊരു അമ്മയ്ക്കും മകൾക്കും ഈ രീതിയിലുള്ളൊരു വിധി, ഒരു ഗതി ഉണ്ടാകരുത് എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഇത് കൃത്യമായ സന്ദേശം നൽകുന്ന വിധിയാണെന്ന് പറയുന്നു. ജിഷയ്ക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഒന്നും സമാനമായ രീതിയിലുള്ള ക്രൂരമായ കൃത്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാകും. അത്തരം സന്ദേശം നൽകുന്ന വിധിയാണിത് എന്ന് പറയുന്നു. അങ്ങനെ നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കൃത്യമായ രീതിയിലുള്ള ഒരു അപ്പീൽ അത് പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഇതിൽ വെറുതെ വിടണം തന്നെ എന്നാവശ്യപ്പെട്ടുള്ള ഹർജിയടക്കം കോടതി നിരാകരിക്കുകയായിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ അപേക്ഷ കൂടി പരിഗണിച്ച് ഒപ്പം തന്നെ ഇതിൽ വധശിക്ഷയാകാം എന്ന രീതിയിലേക്ക് ഹൈക്കോടതി വരുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് എന്ന വിലയിരുത്തൽ നേരത്തെ തന്നെ ഉണ്ടായതാണ്. ഇനിയിപ്പോൾ പ്രതിക്ക് മുന്നിലുള്ളത് മേൽക്കോടതിയെ സമീപിക്കാനുള്ള സുപ്രീം കോടതിയാണ്. ഇത്രയും നാളും ഞാൻ കാത്തിരുന്നത് അത് ഇന്നിപ്പോ വിധി നമുക്ക് അനുകൂല്യമാണ്. അവനെ തൂക്കി കൊല്ലാൻ തന്നെ വിധിച്ചിട്ടുണ്ട്. തൂക്കിക്കൊല്ലണം തന്നെയാണ് അന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നത്. കാരണം ഇത്രയും കുത്തുകളൊക്കെ ഒരുപാട് ക്രൂരമായിട്ടാണ് എൻ്റെ കൊച്ചിൻ്റെ ശരീരത്തിലൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വേദന അവരും തിന്നണമല്ലോ. ഇനി നാളെ ഒരു കുട്ടികളോ ഒരു അമ്മമാരോ ഒരു ഇനി പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളായാലും ഒരു സ്ത്രീകളുടെ ഒരു കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ഇതുപോലെ ഇങ്ങനെ ക്രൂരമായിട്ട് ഇങ്ങനെ കൊലപാതകങ്ങൾ ചെയ്യാതെ ഇരിക്കണം. അതിന് ഇതുപോലെ ഒരു കൊലപാതകം ഇപ്പം എൻ്റെ മോളെ കൊന്നതുപോലെ ആ കൊലപാതകം കൊന്നു കഴിഞ്ഞാൽ നാളെ നമ്മുടെ രാജ്യത്ത് ഒരു കൊലപാതകങ്ങളും ഉണ്ടാവില്ല. നമ്മൾക്ക് സ്ത്രീകൾക്ക് മനസമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നീതി കിട്ടില്ലോ. അമീർ ഇസ്ലാമിനെ തൂക്കിക്കൊല്ലാൻ തന്നെ വിധിച്ചു. അങ്ങനെയല്ല, എന്നാലും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ കോടതി നിയമമൊക്കെ നമുക്ക് സത്യസന്ധമാണെന്നല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതുവരെ വിശ്വസിച്ചിരുന്നത് ഈ തൂക്കിക്കൊല്ലും എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇരുന്നത്. അത് തന്നെ ഇപ്പൊ വിധി അനുകൂല്യമായിട്ടുണ്ട്. കാണണം. എന്നുവെച്ചാൽ എൻ്റെ മക്കള് മോള് തിന്ന വേദന അവരും തിന്നണമല്ലോ. അതുപോലെ ഇനിയിപ്പോ നാളെ നമ്മുടെ ഇന്ത്യ കേരളത്തിന് ഒരു രാജ്യത്തും ഇനി ഇങ്ങനെ ഒരു കൊലപാതകൾ ഉണ്ടാവരുത്. ഒരു പെണ്ണുങ്ങളുടെ ഒരു കുഞ്ഞുങ്ങളുടെ ഈ ലോകത്ത് ഒരാളുടെ നേരെ ഇതുപോലെ ക്രൂരമായിട്ട് കൊലപാതകങ്ങളും ചെയ്യാൻ ഒരു കൊലപാതകങ്ങളും ഉണ്ടാവരുത്. വിധി അനുകൂല്യമാണെന്ന് ആണ് കോടതിയിൽ നിന്ന്. എത്രയും വേഗം ചെയ്യണമല്ലോ. കാരണം എൻ്റെ കൊച്ചു മരിച്ചിട്ട് 9 വർഷം. ഈ വലിയ പാർലമെന്റ് ഇലക്ഷനാണ് കൊന്നത് ഏപ്രിൽ 22-ാം തീയതി. ഇത്രയും വർഷങ്ങളായി. അപ്പൊ എത്രയും വേഗം അവനെ കൊല്ലണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. വേറെ എനിക്ക് അറിഞ്ഞപ്പോൾ തന്നെ ഒരു സന്തോഷം. കാരണം എൻ്റെ കൊച്ചിൻ്റെ പ്രാണം വേദന തിന്ന് നടക്കുന്നുണ്ടാവും എൻ്റെ മോള്. ആ ഒരു വിഷമമാണ് എനിക്ക്. ഈ ഒരു ദിവസം കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നാണ് ഈ വിധി വരാൻ വേണ്ടി. ഇത്രയും കാലം ഈ 9 വർഷവും ഞാൻ കാത്തിരുന്നത്. ശരി, മകൾക്ക് വേണ്ടിയുള്ളൊരു നിയമപോരാട്ടമാണ്. അതിൽ വീണ്ടും അനുകൂലമായി വിധി ഉണ്ടായതിലുള്ള സന്തോഷമാണ് ഇപ്പോൾ ജിഷയുടെ മാതാവ് പങ്കുവച്ചത്. ഒരാൾക്കും ഇനി ഈ ഒരു ഗതി ഉണ്ടാവരുത്. ഒപ്പം തന്നെ ഇത്തരം ക്രൂരകൃത്യം നടത്തുന്നവർക്കുള്ള ഒരു കൃത്യമായ ശിക്ഷാവിധിയാണ് ഇത് എന്നാണ് ഇപ്പോൾ ജിഷയുടെ മാതാവ് പറഞ്ഞത്. നേരത്തെ തന്നെ ഇതിൽ നിന്നും ഒഴിവാക്കണമെന്ന അപേക്ഷയൊക്കെ നിരാകരിച്ചു കോടതി. അതെല്ലാം കോടതിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു വിധി ഇപ്പോൾ വീണ്ടും ഉണ്ടായത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു. ഈ വിധിയിൽ ഏറെ സന്തോഷം. എത്രയും പെട്ടെന്ന് ഈ ശിക്ഷാവിധി നടപ്പിലാക്കണം എന്ന ആഗ്രഹം കൂടിയാണ് ഇപ്പോൾ ജിഷയുടെ മാതാവ് പങ്കുവച്ചത്.